ഒരു മസാല റെഡിയാക്കി പല ടേസ്റ്റിലുള്ള ബിരിയാണി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന ടൈമിലാണ് നമുക്ക് ഇത്തരം ആവശ്യങ്ങളൊക്കെ കൂടുതലും വരാറ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ചിക്കനും ബീഫും എന്നൊരു വ്യത്യാസം മാത്രമല്ല നമ്മുടെ ഈ ബിരിയാണിക്കുള്ളത്, ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 കിലോ സാലമൺ ഫിഷും 1 കിലോ ചിക്കനുമാണ്. ഇതിനു പകരം നിങ്ങൾക്ക് വെജിറ്റബിളോ മട്ടനോ ഏതും എടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ഇതിനു വേണ്ടി 2.5 സ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബാച്ചിലേഴ്സിൽ ചിലരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് പറയുമ്പോൾ എത്ര അളവിൽ ചേർത്ത് കൊടുക്കണമെന്ന്. 1 കിലോ ഫിഷിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. എന്നിട്ട് രുചി നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം അല്പം ചേർക്കുക. ഇനി പുളിക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ വിനീഗർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മസാല പുരട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച മുഴുവൻ ഫിഷും ഇവിടെ മസാല പുരട്ടിയെടുത്തു. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കനിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ലെമൺ ജ്യൂസും ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനും മസാല പുരട്ടിയെടുത്തു. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും റെഡിയാക്കാൻ വേണ്ടി 7 കപ്പ് ബിരിയാണി റൈസ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വയനയില, 2 കഷ്ണം പട്ട, 1 സ്പൂണ് കരയാമ്പൂ, 1/2 സ്പൂണ് ഏലക്ക, 1/2 സ്പൂണ് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച 7 കപ്പ് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി 10 കപ്പ് വെള്ളം തിളച്ച് വന്നതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ഗരം മസാലകൾ ചേർത്ത് കൊടുത്തു. ഈ ടൈമിൽ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ലെമണിൻ്റെ ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകിയെടുത്ത റൈസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാനിത് കുതിർത്തെടുത്ത റൈസൊന്നുമല്ല. ഈ രീതിയിൽ നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന റൈസ് പാകത്തിന് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഈ രീതിയിൽ റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം റൈസെല്ലാം ഊറ്റിയെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് ഞാൻ ഫിഷും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇത് 2 സൈഡും ഗോൾഡൻ നിറത്തിൽ റെഡിയായി വന്നു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി 2 സവാള ഞാൻ എടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സവാള ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി സവാള ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് ഞാനിപ്പോൾ ചിക്കനും ചേർത്ത് കൊടുത്തു.
ഇത് നമുക്ക് രണ്ട് സൈഡും ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനും രണ്ട് സൈഡും ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ആയി വന്നു. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി രണ്ട് ബിരിയാണിയിലേക്കുള്ള മസാലയ്ക്കും വേണ്ടി 4 സവാള ഞാനിവിടെ എടുക്കുന്നുണ്ട്. 4 സവാളയും ഞാൻ ചെറുതായി മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 3.5 ഉണ്ട വെള്ളുള്ളി വേണം. ഇനി വലിയ കഷ്ണം ഇഞ്ചി വേണം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും വേണം. വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 തക്കാളി എടുക്കുന്നുണ്ട്. അതും ഞാനിവിടെ മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് പുതിനയും എടുക്കുന്നുണ്ട്. ഇത് അല്പം ഉപ്പ് ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഈ ടൊമാറ്റോ കെച്ചപ്പിന് പകരം നമുക്ക് ടൊമാറ്റോ സോസും ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം സോയാ സോസാണ്. അതും ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി 2 ബിരിയാണിയിലേക്കുള്ള മസാലകളും നമുക്ക് ഒന്നിച്ച് വഴറ്റിയെടുക്കാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 സവാളയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം സവാള വഴന്നു വന്നു. ഇനി നമുക്കിതിലേക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന സ്മെല്ലൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇപ്പം ഇത് റെഡിയായി. ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഇനി തക്കാളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പുളിക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. 2 ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായി. ഇനി ദം ചെയ്തെടുക്കണം. ആ ടൈമിലാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് നമ്മുടെ ബിരിയാണിയെ ഡിഫറെൻറ്റ് ടേസ്റ്റിലേക്ക് മാറ്റുന്നത്. ഇനി ഫിഷ് ബിരിയാണിയിലേക്ക് വേണ്ടി ഇതിൽ നിന്ന് പകുതി മസാല നമുക്ക് മാറ്റി വെക്കണം. ഈ മസാലയിൽ നമ്മൾ ചിക്കനോ ഫിഷോ മട്ടനോ ചേർത്ത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ദം ചെയ്തെടുത്താൽ നമുക്ക് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിയും. ഇനി ഫിഷ് ബിരിയാണിക്കുള്ള മസാലയിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർക്കണം. ഞാനിതിൽ ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് ചിക്കൻ ബിരിയാണിയിൽ ചേർക്കണമെങ്കിൽ ചിക്കൻ ബിരിയാണിയിൽ ചേർക്കാം. ഇത് ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫിഷിൽ നിന്ന് 2 പീസ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ മീനിൻ്റെ മുള്ളൊക്കെ എടുത്തു മാറ്റണം. ഇനി ഇത് മസാലയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുഴുവൻ ഫിഷും ഇതിൽ ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫിഷ് മാത്രം എടുത്ത് മാറ്റി നമ്മൾ റൈസ് ഇതിൽ ചേർത്ത് ദം ചെയ്താൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. ഞാനിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതിൽ ചേർത്ത് കൊടുക്കാത്തത് എൻ്റെ ഗസ്റ്റിൻ്റെ ഇഷ്ടം നോക്കിയാണ്. അവർക്ക് ഫിഷ് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. ഇപ്പം മസാല ഒക്കെ തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് ഫിഷ് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം.
ഇനി ഇതിന് മുകളിൽ ഫിഷെല്ലാം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് മസാലയിലിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ബിരിയാണിക്ക് മുകളിൽ വെക്കുമ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി അല്പം പുതിനയിലയും മല്ലിയിലയും ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെയും നട്സിൻ്റെയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ നിന്ന് പകുതി ഞാനിതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇത് 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ബിരിയാണിയും ഒന്ന് ദം ചെയ്തെടുക്കണം. നമ്മൾ വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കി മസാലയിലേക്ക് തേങ്ങയും പുതിനയും ഉപ്പും ചേർത്തരച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ അല്പം പൈനാപ്പിൾ എസൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർത്ത് ലെവൽ ചെയ്തെടുക്കണം. നമുക്ക് റൈസ് ലെയർ ചെയ്തും ചേർത്ത് കൊടുക്കാം. ഞാനിത് ലെയർ ചെയ്യാതെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ദം ചെയ്ത് 15 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ ഫിഷ് ബിരിയാണി ഒന്ന് തുറന്നു. ഇനി ഇതിന് മുകളിലുള്ള ഫിഷ് എല്ലാം ഒന്ന് എടുത്തു മാറ്റണം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബിരിയാണി എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും കുഴഞ്ഞു പോവാത്ത നല്ല ബിരിയാണിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോയാ സോസൊക്കെ ചേർത്തുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ദം ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ബിരിയാണിയും ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ 2 ബിരിയാണിക്കും വ്യത്യസ്ത ടേസ്റ്റാണുള്ളത്. ചിക്കൻ ബിരിയാണിയിൽ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയോണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഫിഷ് ബിരിയാണിയിലും നമ്മൾ സോയാ സോസൊക്കെ ചേർത്തുകൊണ്ട് ഇതിനൊരു വേറിട്ട ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.